ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. 4 ഡിഫറെൻറ്റ് കളർ പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഇന്ന് സ്റ്റാർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പേപ്പർ യെല്ലോ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ മിഡിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് അൺഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഒരു ഫെവിക്കോള് നമുക്ക് ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് നമ്മളൊന്നത് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ഫെവിക്കോൾ കൊണ്ടാണ് ഞാൻ എപ്പോഴും ഒട്ടിക്കാറുള്ളത്. പക്ഷേ ഫെവിക്കോള് എൻ്റെ കയ്യിൽ ഇപ്പം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇത് വെച്ച് നല്ലപോലെ ഒട്ടും കേട്ടോ പേപ്പേഴ്സൊക്കെ. വളരെ തിന്നായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഞാൻ കാണിക്കുന്നതാണ് എൻ്റെ ഫെവിക്കോള് കഴിഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ ഫെവിക്കോളായാലും ഈ ഒരു നമുക്ക് ഒട്ടുന്ന ഏത് പശയായാലും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഞാനിതാ രണ്ടും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നല്ല ഇതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അതിലൊരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ മാർക്ക് ചെയ്തിട്ട് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ പേപ്പറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ 7 താഴത്തോട്ടേക്ക് മാർക്ക് ചെയ്തത് 7 സെൻറ്റിമീറ്ററിൽ. എന്നിട്ട് അവിടെ നിന്ന് 2 ഇതും ഞാനിത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 സെൻറ്റിമീറ്ററിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ ഇതുപോലെ ഒരു എക്സ്ട്രാ ലൈനും കൂടെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന ഡിസൈൻ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഉള്ളതൊന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടം അതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വരച്ചെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഒരു കേവ് ഷേപ്പിൽ കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൈ വെച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. ഞാൻ ഓൾറെഡി അതിൻ്റെ മേലെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. പെൻസിൽ കൊണ്ട് വരച്ചത് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ സ്കെച്ച് എടുത്ത് ഒന്നുകൂടെ വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളിപ്പം ഇതിൽ വരച്ചെടുത്തു, ഇനി കട്ട് ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാ പേപ്പേഴ്സും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2-3 പേപ്പറൊക്കെ ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പണി തീരും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരെണ്ണത്തിൽ മാത്രം കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിതാ 4 കളേഴ്സ് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 4 വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് 4. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതുപോലെ അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. പിന്നെ നേരെ മേലേക്കും കൂടെ ഒരു ലൈൻ ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഏത് കളേഴ്സ് നമ്മൾ ഇത് മിക്സ് ആയിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഓരോരോ കളർ അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. മേലെയായിട്ട് വൈറ്റ്, യെല്ലോ, ഗ്രീൻ, വയലറ്റ് എന്നാണ് ഞാൻ ഇങ്ങനെ ഓർഡറിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊക്കെ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മളിതൊന്ന് നിവർത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഇതൊന്നും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ലാസ്റ്റ് അതിൻ്റെ 2 എൻഡും കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനിത് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫെവിക്കോൾ ഈ 2 എൻഡ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല. കാരണം കുറച്ച് സമയം അത് ഒട്ടാൻ കുറച്ച് സമയമല്ലോ. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുന്നതാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളും. പിന്നെ അത് ഹാങ് ചെയ്തിടാനുള്ള ഒരു ത്രെഡ് കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് അറ്റാച്ച് ചെയ്ത് നിന്നോളും. അപ്പോൾ ഇത് ഗ്ലൂ സ്റ്റിക്ക് ആകുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കൈ കൊണ്ട് പിടിച്ച് വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഇനി സ്റ്റാറിൻ്റെ സെൻറ്ററിൽ ഞാനിതാ ഇതുപോലെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റാർ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആർക്കായാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഇതുപോലെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.